മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിൻ്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ സെൻസസ് ആൻഡ് ദ റീമേക്കിംഗ് ഓഫ് എ പീപ്പിൾ. അതായത് 2027 സെൻസസ് എത്രത്തോളം ഡെമോഗ്രാഫിക് ചേഞ്ചസ് കൊണ്ടുവരുന്നു ആൻഡ് സോഷ്യൽ പൊളിറ്റിക്കൽ ഇമ്പാക്ട്സ് എത്രത്തോളം ഉണ്ട് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണത്. ആൻഡ് നെക്സ്റ്റ്, എംപവറിംഗ് വുമൺ ഇൻ അഗ്രികൾച്ചർ ഫോർ ഫുഡ് സെക്യൂരിറ്റി. അതായത് 2026 UN ഇൻ്റർനാഷണൽ ഇയർ ഫോർ വുമൺ ഫാമർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സോ അഗ്രികൾച്ചറും അതേണക്ക് തന്നെ ജെൻഡർ ഇക്വാളിറ്റിയുടെയും ആവശ്യകതയെക്കുറിച്ചാണ് ആ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടൈറ്റൻ ദ പ്രോസസ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മസ്റ്റ് അഡ്രസ് ലെജിറ്റിമേറ്റ് കൺസേൺസ് അബൌട്ട് ദ വോട്ടർ റോൾസ് ട്രാൻസ്പെറൻസി. അതായത് 2024 മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷൻസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ ഇലക്ഷൻ പ്രൊസീജിയർ എത്രത്തോളം ടൈറ്റൻ ചെയ്യണം എന്ന് വളരെ ഡെപ്തിൽ അനാലിസിസ് നടത്തുന്ന ഒരു ആർട്ടിക്കിളാണത്. നെക്സ്റ്റ്, ഡീലിമിറ്റിംഗ് ബൈ എലക്ടേഴ്സ് റാദർ ദാൻ പോപ്പുലേഷൻ ഓഫേഴ്സ് എ ഫെയറർ അപ്രോച്ച്. അതായത് പോപ്പുലേഷൻ എന്ന ഒരു സോൾ ക്രൈറ്റീരിയ മാത്രം വെച്ചുകൊണ്ട് ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ അത് സദേൺ സ്റ്റേറ്റിനെ എത്രത്തോളം ബാധിക്കും എന്ന് അനാലിസിസ് നടത്തുന്ന ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് നെക്സ്റ്റ്, ഹൗ ഡ്രോൺസ് ആർ ഓഫ് ന്യൂ ഫേസ് ഓഫ് വാർഫെയർ. അതായത് ഇന്ത്യയുടെ മിലിറ്ററി ഡോക്ടറിനുള്ള ടാക്ടിക്കൽ ഷിഫ്റ്റ് ആണ് ആ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ദ സ്റ്റോറി ഓഫ് ഹൗ അസഫെറ്റിഡ കെയിം ടു ബി സക്സസ്ഫുള്ളി കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. അസഫെറ്റിഡ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം കൊമേഴ്ഷ്യൽ കൾട്ടിവേഷനിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ആ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. ദ സെൻസസ് ആൻഡ് ദ റീമേക്കിംഗ് ഓഫ് എ പീപ്പിൾ. അതായത് 2027 സെൻസസിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സെൻസസ് 2027 വിൽ ബി ട്രാൻസ്ഫോർമേറ്റീവ്. അതായത് ഇത്തവണത്തെ സെൻസസ് എന്ന് പറയുന്നത് പോപ്പുലേഷനെ മാത്രമല്ല അവിടെ കൗണ്ട് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, കാസ്റ്റ് കാറ്റഗറൈസേഷൻ, റീജിയണൽ പവർ ബാലൻസ് തുടങ്ങിയതിനെ മൊത്തത്തിൽ തന്നെ റീഷേപ്പ് ചെയ്യുന്നതായിരിക്കും ഇത്തവണത്തെ സെൻസസ്. സോ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പൊളിറ്റിക്കലി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു സെൻസസ് ആയിരിക്കും ഈ 2027 നടക്കാൻ പോകുന്നത്. ആൻഡ് ഡീലിമിറ്റേഷൻ ആൻഡ് പാർലമെന്ററി റീബാലൻസിങ്. കാരണം ആർട്ടിക്കിൾ 81 പ്രകാരം ഇൻട്രസ്റ്റഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് 2029 ജനറൽ അസംബ്ലി ഇലക്ഷന് മുന്നേ തന്നെ ഈ പറഞ്ഞ ഇൻട്രസ്റ്റഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ നോർത്തേൺ സ്റ്റേറ്റിലേക്ക് കൂടുതൽ പവർ ഷിഫ്റ്റിംഗ് നടക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ആൻഡ് കാസ്റ്റ് സെൻസസ് ആൻഡ് റവന്യൂ ഷെയറിങ്. അതായത് 1931 ശേഷം ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ കാസ്റ്റിനെയും ഇവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നത്. അതേ കണക്കന്നെ ഇത് റിസർവേഷൻ പോളിസീസിലും ഇമ്പാക്ട്സ് ഉണ്ടാക്കും. അതേപോലെ തന്നെ 16th ഫൈനാൻസ് കമ്മീഷന്റെ ഡിസിഷൻസും റവന്യൂ ഷെയറിങ്ങിനും അതേപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഡൈനാമിക്സിലും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 81. ആർട്ടിക്കിൾ 81 പറയുന്നത് ഡീലിമിറ്റേഷൻ ബേസ്ഡ് ഓൺ സെൻസസ് ആണ്. ആർട്ടിക്കിൾ 81 സെറ്റ്സ് ലോക്സഭ സീറ്റ് അലോക്കേഷൻ ബൈ പോപ്പുലേഷൻ. ഡീലിമിറ്റേഷൻ റീഡ്രോ ബൗണ്ടറീസ് ആഫ്റ്റർ ഈച്ച് സെൻസസ്. കറണ്ട് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് 2026 വരെയാണ് ഫ്രോസൺ ചെയ്തിട്ടുള്ളത്. ദെൻ സെൻസസ് 2027 നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആയിരുന്നു. 2021 നമ്മൾ സെൻസസ് എടുക്കേണ്ടിയിരുന്നത്. കോവിഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് 2027 വരെ ഇത്രയും ഡിലേ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് കാസ്റ്റ് സെൻസസ് ഫസ്റ്റ് ഫുൾ കാസ്റ്റ് എന്യൂമറേഷൻ സിൻസ് 1931. അതേ കണക്ക് തന്നെ ഈ ഒരു 1931 ശേഷമുള്ള ഇത്രയും ഒരു കാസ്റ്റ് സെൻസസ് എന്ന് പറയുമ്പോൾ കൂടുതലും നമുക്കൊരു വെൽഫെയർ പോളിസീസിലായാലും അതേ കണക്ക് തന്നെ റിസർവേഷൻ ആയാലും ഒക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാനും ഇത്തവണത്തെ ഈ പറയുന്നൊരു കാസ്റ്റ് സെൻസസ് നമുക്ക് ഹെൽപ്ഫുൾ ആകും. സോ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ലോ ചേഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. രജിസ്ട്രാർ ജനറലിന് കാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെൻസസിൽ ആഡപ്പ് ചെയ്താൽ മാത്രം മതി. ആൻഡ് 16th ഫൈനാൻസ് കമ്മീഷൻ. ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സിൻ്റെ റവന്യൂ ഷെയറിങ്ങിൻ്റെ കാര്യങ്ങളിൽ തീരുമാനം അറിയിക്കുന്നത് ഈ പറയുന്ന ഫൈനാൻസ് കമ്മീഷനാണ്. സോ 2026 അവരുടെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. ഈ പറയുന്ന ഫൈനാൻസ് കമ്മീഷൻ്റെ തീരുമാനങ്ങളും ഈ ഒരു ഡീലിമിറ്റേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. സോ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS1, GS2, GS3 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. കാരണം കാസ്റ്റ് സെൻസസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, ഡീലിമിറ്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെപ്രസെൻറ്റേഷൻ അണ്ടർ ആർട്ടിക്കിൾ 81, റോൾ ഓഫ് സെൻസസ് ആൻഡ് ഫൈനാൻസ് കമ്മീഷൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, പോപ്പുലേഷൻ ബേസ്ഡ് സീറ്റ് അലോക്കേഷൻ ആൻഡ് റീജിയണൽ ഡിസ്പാരിറ്റീസ്,
ഇന്റർലിങ്കേജസ് ഓഫ് മൈഗ്രേഷൻ, എക്കോണമിക് ഡിസ്പാരിറ്റി ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന സെൻസസ് എന്നുള്ള ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ എംപവറിംഗ് വുമൺ ഇൻ അഗ്രികൾച്ചർ ഫോർ ഫുഡ് സെക്യൂരിറ്റി. അതായത് UN 2026 ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൺ ഫാമർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സോ അഗ്രികൾച്ചറിൽ വുമൻ്റെ റോള് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് UN ഇത്തവണ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ലാൻഡ് ഓണർഷിപ്പ്, മാർക്കറ്റ് അസസ്, ക്ലൈമറ്റ് വൾണറബിലിറ്റി തുടങ്ങിയ സിസ്റ്റമിക് ചലഞ്ചസിനെയൊക്കെ UN ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് വുമൺ ഇൻ അഗ്രികൾച്ചർ ഫേസ് ഡീപ്പ് സ്ട്രക്ചറൽ ബാരിയേഴ്സ്. കാരണം 80% ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 14% ആൾക്കാർ മാത്രമാണ് ലാൻഡ് ഓൺ ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ അത്രയും ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് അസസ് ചെയ്യാനും ടെക്നോളജി അസസ് ചെയ്യാനും ഗവൺമെൻറ് സപ്പോർട്ട് അസസ് ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് പ്രോജക്റ്റ് എനാക്ട് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ, ഈ ഒരു ഗ്യാപ്പ് സോൾവ് ചെയ്യാനായിട്ടും ഈ പറയുന്ന പ്രോജക്റ്റ് എനാക്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇന്ത്യസ് പോളിസി പുഷ് ആൻഡ് ഗ്ലോബൽ റെലവൻസ്. മഹിളാ കിസാൻ സശക്തീകരൺ പരിയോജന, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വുമൺ ഫാമേഴ്സിനെ ഇന്ത്യയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന പോളിസീസ്, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിസീസും ക്ലൈമറ്റ് റെസിലിയന്റ് പോളിസീസും ഒക്കെ വളരെയധികം ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ 2026 ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൺ ഫാർമറായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വുമൺസിൻ്റെ റോള് അഗ്രികൾച്ചറിലും ഫുഡ് സെക്യൂരിറ്റിയിലും എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്താനാണ് 2026 നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ജെൻഡർ ഇക്വാളിറ്റി, എംപവർമെൻറ്റ് ആൻഡ് അസസ് ടു റിസോഴ്സ് ഫോർ വുമൺ ഫാമേഴ്സ്. ആൻഡ് എനാക്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ആൻഡ് ജെൻഡർ ഫോക്കസ്ഡ് ഫാമിംഗ് ഇൻ ആസാം. അതേ കണക്ക് തന്നെ ഇറ്റ് എംപവറിംഗ് വുമൺ ഫാമേഴ്സ് ഇൻ ആസാം. പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. 2026 ഇന്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാർമറായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതായത് അഗ്രികൾച്ചറിലും അതേ കണക്ക് തന്നെ ഫുഡ് സെക്യൂരിറ്റിയിലും വുമൺസിൻ്റെ റോള് എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ജെൻഡർ ഇക്വാളിറ്റി, എംപവർമെൻറ്റ് ആൻഡ് അസസ് ടു റിസോഴ്സ് ഫോർ വുമൺ ഫാമേഴ്സ്. ദെൻ എനാക്ട് പ്രോജക്റ്റ് ആസാമിൽ വന്നതായിരുന്നു. ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ആൻഡ് ജെൻഡർ ഫോക്കസ്ഡ് ഫാമിംഗ് ഇൻ ആസാം എന്ന രീതിയിലായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആസാമിലെ വുമൺ ഫാമേഴ്സിനെ എംപവർ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. ആൻഡ് ഇറ്റ്സ് എയിംസ് ടു ബിൽഡ് റെസിലിയൻസ് ആൻഡ് ഇംപ്രൂവ് ലൈവ്ലിഹുഡ്സ് ഫോർ റൂറൽ വുമൺ. ദെൻ കീ സ്കീംസ് ഏതൊക്കെയാണ് നോക്കാം. മഹിളാ കിസാൻ സശക്തീകരൺ പരിയോജന, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ. മഹിളാ കിസാൻ സശക്തീകരൺ പരിയോജന എന്ന് പറയുന്നത് വുമൺ ഫാമേഴ്സിനെ ട്രെയിനിങ്, അതേ കണക്ക് തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, അതേ കണക്ക് ഗ്രൂപ്പ് ഫാമിംഗ് തുടങ്ങിയ വഴി അവരുടെ എഫിഷ്യൻസി വളരെയധികം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ സബ്മിഷൻ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എന്ന് പറയുന്നത് അവർ ഡ്രഡ്ജറി റെഡ്യൂസ് ചെയ്യുക, അതുകണക്ക് തന്നെ കുറേ കൂടി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ. കൂടുതലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് അഗ്രികൾച്ചറിലേക്ക് മാറുക ഉള്ളതാണ് ഈ പറയുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് സ്കീംസും വുമൺ പാർട്ടിസിപ്പേഷനെ എൻഹാൻസ് ചെയ്യിക്കാനും അവരുടെ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS1, GS2, GS3 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. കാരണം സ്റ്റേറ്റസ് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൺ ഇൻ അഗ്രികൾച്ചർ, ഗവൺമെൻറ് സ്കീംസ് ആൻഡ് ജെൻഡർ ഫോക്കസ്ഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഇന്റർനാഷണൽ ഡിക്ലറേഷൻ ആൻഡ് ഇന്ത്യസ് റോൾ ഇൻ ഗ്ലോബൽ ജെൻഡർ ഇഷ്യൂസ്, ക്ലൈമറ്റ് റെസിലിയന്റ് ഫാമിംഗ് ആൻഡ് ദ റോൾ ഓഫ് വുമൺ ഇൻ ഫുഡ് സെക്യൂരിറ്റി, നേച്ചർ ബേസ്ഡ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ, റൂറൽ ലൈവ്ലിഹുഡ്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ടൈറ്റൻ ദ പ്രോസസ്. അതായത് 2024 മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷൻസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എത്രത്തോളം ടൈറ്റൻ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ട്രാൻസ്പെറൻസി ആൻഡ് ഡേറ്റ ഇഷ്യൂസ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സിൽ മൊത്തം കാണുന്നുണ്ട്. സോ അതിൻ്റെ ഒരു റീഫോംസ്, അതായത് ഇലക്ട്രൽ ഓവർസൈറ്റ് റീഫോംസ് വളരെയധികം ആവശ്യമുണ്ട്. ഇപ്പോഴും ഗവൺമെൻറ് സുപ്രീം കോടതിൻ്റെ ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതേ കണക്ക് തന്നെ CCTV ഫുട്ടേജ് അസസ് ഇലക്ഷൻ കമ്മീഷൻ അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുമൊക്കെ നമ്മുടെ ഇലക്ഷൻ ട്രാൻസ്പെറൻസിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961. അതായത് പോളിംഗ് ബൂത്തിലെ CCTV ഫുട്ടേജ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതേ കണക്ക് തന്നെ പബ്ലിക് ഇൻസ്പെക്ഷന് സ്പെസിഫിക് ഇലക്ഷൻ ഡോക്യുമെന്റ്സ് മാത്രമേ ഓപ്പൺ ആകുകയുള്ളൂ. അതേ കണക്ക് വോട്ടർ സീക്രസി, ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ അതിൻ്റെയൊക്കെ മിസ്യൂസ് തടയാനും ഒക്കെ ഈ പറയുന്ന കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 പ്രൊവിഷൻസ് ഉണ്ട്. ദെൻ ഫോം 17C ഫൈനൽ ഒതന്റിക്കേറ്റഡ് വോട്ടർ ടേൺ ഔട്ട് റെക്കോർഡാണ് അതിലുള്ളത്. പ്രിസൈഡിംഗ് ഓഫീസറാണ് അത് സൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിനും അവരുടെ ഏജൻസിനും ഒക്കെ വെരിഫിക്കേഷൻ നടത്താനും ഈ പറയുന്ന ഫോം 17C ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സുപ്രീം കോർട്ട് 2023 ജഡ്ജ്മെന്റ്, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ സെലക്ഷൻ പാനലിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു സുപ്രീം കോർട്ടിന്റെ 2023 ജഡ്ജ്മെന്റ്. പക്ഷേ സ്റ്റിൽ ഗവൺമെന്റ് ആ ഒരു തീരുമാനത്തോട് യോജിച്ചിട്ടില്ല. സോ അങ്ങനെ ആകുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിൻമെന്റ്സ് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആവും. സ്റ്റിൽ എന്ന് പറയുന്നത് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസോട് കൂടിയാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ അംഗങ്ങളെ തീരുമാനിക്കുന്നത്. മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവെന്റ് ആണ്. കാരണം ഇലക്ട്രൽ റിഫോംസ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ദ ഇലക്ട്രൽ പ്രോസസ്, റോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ജുഡീഷ്യൽ റെക്കമെൻഡേഷൻ, എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഡീലിമിറ്റിംഗ് ബൈ എലക്ടേഴ്സ് റാദർ ദാൻ പോപ്പുലേഷൻ ഓഫേഴ്സ് എ ഫെയർ അപ്രോച്ച്. അതായത് ഡീലിമിറ്റേഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളാണത്. പോപ്പുലേഷൻ മാത്രം ഒരു സോൾ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ ഡീലിമിറ്റേഷനിൽ വെക്കുമ്പോൾ സദേൺ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ അവിടെ കുറയാം. കാരണം അവരുടെ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ അവിടെ കുറയുകയും നോർത്തേൺ സ്റ്റേറ്റിൽ കൂടുതൽ പവർ ഷിഫ്റ്റ് സംഭവിക്കുകയൊക്കെ ചെയ്യുന്നു. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1 person 1 vote 1 value നിങ്ങൾക്കറിയാം. സോ ആ ഒരു രീതിയിലേക്കുള്ള അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഡീലിമിറ്റേഷന് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇലക്ട്രൽ ഡിസ്പാരിറ്റി എക്രോസ് സ്റ്റേറ്റ്, അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇടുക്കിയിലെക്കാളും ഹയർ വോട്ട് ഈ പറഞ്ഞ മല്ലികാജ്ഗിരി എന്ന് പറയുന്നത് തെലങ്കാനയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. സോ ഈ സദേൺ സ്റ്റേറ്റിൽ തന്നെ ഇലക്ട്രൽ ഡിസ്പാരിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു റാഷണലൈസേഷൻ ആണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത്. ആൻഡ് മിസ്ലീഡിംഗ് നറേറ്റീവ്സ് ഓൺ റെപ്രസെൻറ്റേഷൻ, അതായത് സദേൺ സ്റ്റേറ്റ് വളരെയധികം നല്ല രീതിയിൽ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മെഷേഴ്സ് തന്നെ അവർക്ക് തിരിച്ചടി ആകുമോ എന്നുള്ള രീതിയിലേക്ക് നറേറ്റീവ്സ് വരുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഡിലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ്സ് നമുക്കവിടെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. സോ ആ ഒരു രീതിയിലേക്ക് ഡീലിമിറ്റേഷൻ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും കൺസേൺസ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 82(1)(170) മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് പോപ്പുലേഷൻ വെച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബൗണ്ടറീസ് റീഡ്രോ ചെയ്യാനാണ് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ആൻഡ് രാജ്യസഭ ആൻഡ് ലോക്സഭ സീറ്റ് അലോക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലോക്സഭ സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് പോപ്പുലേഷൻ വെച്ചിട്ടാണ്. അതിനൊക്കെ രാജ്യസഭ സീറ്റ്സ് ആർ ഓൾസോ അലോക്കേറ്റഡ് ബൈ പോപ്പുലേഷൻ ബട്ട് വിത്ത് എ മിനിമം ഫോർ ഈച്ച് സ്റ്റേറ്റ്. So next, southern states population based allocations unfair due to grown differences. കാരണം കൂടുതൽ നോർത്തേൺ സ്റ്റേറ്റിലേക്ക് പവർ ഷിഫ്റ്റിംഗ്, കാരണം അവിടുത്തെ പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് അവിടെ കൂടുതൽ പവർ ഷിഫ്റ്റിംഗ് നടക്കാനുള്ള സാധ്യതയാണ് സദേൺ സ്റ്റേറ്റ്സ് കൺസേൺ ആയിട്ട് റേസ് ചെയ്യുന്നത്. ആൻഡ് 1 person 1 vote 1 value നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിൻ്റെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ആണത്. സോ എവരി സിറ്റിസൺസ് വോട്ട് ഷുഡ് ഹാവ് ഈക്വൽ വാല്യൂ. Equal population per constituency is the goal. Current delays in delimitation cause unequal representation. So മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2-ലും GS1-ലും ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവെൻ്റ് ആണ്. കാരണം ഡീലിമിറ്റേഷൻ ഓഫ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആൻഡ് റീജിയണൽ റെപ്രസെൻറ്റേഷൻ, ഇലക്ട്രൽ റിഫോംസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ്, മൈഗ്രേഷൻ ആൻഡ് ദെയർ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന ഡീലിമിറ്റേഷനും സെൻസസും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഹൗ ഡ്രോൺസ് ആർ ദ ന്യൂ ഫേസ് ഓഫ് വാർഫെയർ. അതായത് നമുക്ക് ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ മിലിറ്ററി ഡോക്ടറിനുള്ള ടാക്ടിക്കൽ ഷിഫ്റ്റ് അവിടെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ UAV അതിനൊക്കെ തന്നെ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് ഒക്കെ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, ഡ്രോൺസ് എത്രത്തോളം ഒരു മിലിറ്ററി ഡോക്ടറിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ കാണിച്ചു കൊടുത്ത കാര്യമാണ്. സോ ഈ ഒരു സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റി വളരെയധികം ഇന്ത്യനെ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലായാലും ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫ് സമയത്തൊക്കെ ആയാലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അർജന്റ് നീഡ് ഫോർ
ഡ്രോൺ എക്കോസിസ്റ്റം ആൻഡ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ്. യുക്രൈൻ വാറൊക്കെ നമുക്ക് മുന്നിൽ കാണിക്കുന്നത് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ്. ഇന്ത്യ ആ ഒരു രീതിയിലേക്ക് അതിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ കൂടുതലും പറയുന്നത്. ആൻഡ് ഇവോൾവിംഗ് ത്രെഡ് ഫ്രം ചൈന ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി കൺസേൺസ്. ചൈന പാകിസ്ഥാനിലേക്ക് ഒരുപാട് ഡ്രോൺസ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ കൂടുതലും കൗണ്ടർ ഡ്രോൺ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുകയും അതിലേക്ക് കൂടുതൽ റിസർച്ചും കാര്യങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്യേണ്ട സമയത്തെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ കീ ടേംസ് ആണ് നോക്കേണ്ടത് നോക്കാം. ഡ്രോൺ ടൈപ്സ്, കാമിക്കേസ് ഡ്രോൺസ്, അതായത് ടാർജറ്റിനെ ക്രാഷ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ കാമിക്കേസ് ഡ്രോൺസ്. ദെൻ ലോയിറ്ററിംഗ് മ്യൂണിറ്റേഷൻസ്, അത് ഹോവർ, സെർച്ച്, ദെൻ സ്ട്രൈക്ക് എന്ന രീതിയിലായിരിക്കും ആ ഒരു ഡ്രോൺസിന്റെ ആക്ടിവിറ്റി. ദെൻ ടെതേർഡ് ഡ്രോൺസ് സ്റ്റേ കണക്റ്റഡ് ടു ഗ്രൗണ്ട് ഫോർ പവർ. ദെൻ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. IACCS, അതായത് ഇന്ത്യയുടെ എയർ ഡിഫൻസിനെ കൺട്രോൾ ചെയ്തതാണ് ഈ പറഞ്ഞ IACCS. ദെൻ S-400 റഷ്യൻ നിർമ്മിതമാണ്. ലോങ് റേഞ്ച് മിസൈൽ സിസ്റ്റമാണ് ഈ പറഞ്ഞ S-400. ആകാശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മീഡിയം റേഞ്ച് ആയിട്ടുള്ള മിസൈലാണ്. MRSAM എന്ന് പറയുന്നത് ഇസ്രായേൽ മെയ്ഡാണ്, മീഡിയം റേഞ്ച് ആയിട്ടുള്ള മിസൈലാണ്. ദെൻ കൗണ്ടർ ഡ്രോൺ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോഫ്റ്റ് കില്ല് എന്ന് പറയുന്നത് ജാംസ് ഓർ ഡിസ്റപ്റ്റ് ഡ്രോൺ സിഗ്നൽസ്. ദെൻ ഹാർഡ് കിൽ എന്ന് പറയുന്നത് ഡിസ്ട്രോയ്സ് ഡ്രോൺ ഫിസിക്കലി. ഓക്കെ, സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3ലും GS2ലും ഈ ഒരു തീം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡ്രോൺ വാർഫെയർ, ഇന്ത്യസ് ഇവോൾവിംഗ് ഡിഫൻസ് സ്ട്രാറ്റജി, എമർജിംഗ് ഡിഫൻസ് ടെക്നോളജീസ് ആൻഡ് ദ സ്ട്രാറ്റജിക് ഇമ്പാക്ട്, കൗണ്ടർ ഡ്രോൺ മെക്കാനിസം അഗെയിൻസ്റ്റ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് ടെററിസം, ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ആൻഡ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് റിഫോംസ് ഇൻ ഇന്ത്യ തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനൽ ആർട്ടിക്കിൾ, The story of how Asafoetida came to be successfully cultivated in India. നമ്മൾ ആദ്യമായിട്ട് Asafoetida വളരെ സക്സസ്ഫുള്ളി കൾട്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷനിലേക്ക് ഇന്ത്യ മാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ the first flowering and seed set in Palampur confirmed the plant acclimatization and opens door for commercial cultivation. അത് കണക്ക് തന്നെ സയൻറ്റിഫിക് കൊലാബറേഷനിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ അസഫെറ്റൈഡയുടെ കൾട്ടിവേഷൻ ഇത്രയും സക്സസ്ഫുൾ ആക്കിയത്. CSR IHBT, അത് കണക്ക് തന്നെ ICR NPB GR, അതേപോലെ ഹിമാചൽ ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടി മൾട്ടി ഏജൻസി മിഷനായിട്ട് 2018 തൊട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഹിങ് സീഡ്സ് എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കൾട്ടിവേഷൻ നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആക്കിയത്. ഒരുപാട് ഡോർമൻസി ഇഷ്യൂസ്, അതേനൊക്കെ തന്നെ ഇന്ത്യൻ കണ്ടീഷൻസിന് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൾട്ടിവേഷൻ പ്രോട്ടോകോൾസ് ഒക്കെ മാറ്റിയിട്ടാണ് അസഫെറ്റൈഡയുടെ കൾട്ടിവേഷൻ നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആക്കിയത്. സോ ഈ ഒരു കൾട്ടിവേഷൻ സെൽഫ് റിലയൻസ്, ഫാർമർ ഇൻകം എൻഹാൻസ്മെൻറ്റ്, അതേനൊക്കെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. ഈ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ പറയുന്ന അസഫെറ്റൈഡ എന്ന് പറയുന്നത് ഒരു പെരീനിയൽ ഹെർബാണ്. 2 meters ആയിരിക്കും അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. കോൾഡ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ് ഇതിൻ്റെ ഒരു കൾട്ടിവേഷന് ആവശ്യമായിട്ടുള്ളത്. ദെൻ റോൾ ഓഫ് CSIR IHBT ആൻഡ് ICR NPB GR, ഇത് ഹീങ് കൾട്ടിവേഷനെ റിസർച്ച് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ CSIR IHBT. ICR NPB GR എന്ന് പറയുന്നത് പ്ലാന്റ് ജീൻസിനെയാണ് അവിടെ കൺസർവ് ചെയ്യുന്നത്. രണ്ടും ഈ പറയുന്ന അസഫെറ്റൈഡയുടെ കൾട്ടിവേഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞത് അസഫെറ്റൈഡയുടെ ഫസ്റ്റ് ഫ്ലവറിംഗ് എന്ന് പറഞ്ഞാൽ പാലംപൂർ റീജിയനിലായിരുന്നു. അതേനൊക്കെ തന്നെ ഇന്ത്യൻ ഹീഞ്ച് ഫാമിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു ബ്രേക്ക് ത്രൂ ആണ് ഈ ഒരു കൾട്ടിവേഷനിലൂടെ സാധിച്ചിട്ടുള്ളത്. സോ ട്രഡീഷണലി നമ്മളിത് യൂസ് ചെയ്യുന്ന ഡൈജഷൻ, ഗ്യാസ്, കഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ ഈ പറയുന്ന അസഫെറ്റൈഡ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതെനിക്ക് ഇതൊരു റെസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസും ഒരേപോലെ കാണിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന അസഫെറ്റൈഡ. സോ GS3, GS2 തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറയുന്നൊരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻഡിജിനസ് കൾട്ടിവേഷൻ, ഡൊമസ്റ്റിഫിക്കേഷൻ ഓഫ് എക്സോട്ടിക് ക്രോപ്സ് ഇൻ ഇന്ത്യ, application of biotechnology and tissue culture in high altitude crop propagation, role of scientific institution in achieving self-reliance in essential commodities തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മൾ പൊളിറ്റി, IR, സൊസൈറ്റി, സയൻസ് ആൻഡ് ടെക് തുടങ്ങിയ മേഖലകളിലൊക്കെ ഉള്ള ന്യൂസ് നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ അനാലിസിസ് നടത്തിയിട്ടുണ്ടായി. സോ മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.